أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. وقال نبينا وحبيبنا وسيدنا محمد صلى الله عليه وسلم من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും പരിപൂർണമായും സൃഷ്ടാവായ റബ്ബിനെ അനുസരിച്ച് വണങ്ങി താഴത്ത് ചെയ്ത് ജീവിക്കുവാൻ ഞാൻ എന്നോടും നിങ്ങളെവരോടും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപാവനമായി വിശുദ്ധ റമദാൻ നാളെ പാരത്രിക ലോകത്ത് നമുക്കെല്ലാവരെയും മാടി വിളിക്കുന്ന അനുഗ്രഹീതമായ സ്വർഗത്തിൻ്റെ അഹ്ലികാരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ സന്താനങ്ങൾ, സൗഹൃദ ബന്ധങ്ങളിലുള്ളവർ, അവർ ലോകത്തിൻ്റെ എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നതെങ്കിലും അവരെയും നമ്മയും എല്ലാവരെയും അള്ളാഹു നാളെ കമനീയമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ഭാഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠതയോടെ, പ്രത്യേകതയോടെ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാരി വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ നരകത്തിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കണം, സ്വർഗപ്രവേശനം ഉറപ്പാക്കുകയും ചെയ്യണേ അല്ലാ എന്ന് ആ പ്രാർത്ഥന തുടങ്ങി 5 ദിവസം പിന്നിടുകയാണ്. ഇന്ന് നോമ്പ് 25-ആണ്. വിശുദ്ധ റമദാൻ എന്ന ഏറ്റവും പുണ്യമായ പവിത്രമായ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠത പ്രതീക്ഷിക്കുന്ന ദിവസമാണ് അടുത്ത ദിവസം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം. ഇന്ന് 25 ദിവസം ഇന്നോടുകൂടി പൂർത്തിയാകുമ്പോൾ, വിശുദ്ധ റമദാൻ ഒരു 5 ദിവസം കൂടി കഴിയുമ്പോൾ യാത്രയാകുമ്പോൾ, നാം ഓരോരുത്തരുടെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ മുഹൂർത്തങ്ങളും ദിവസങ്ങളും സമയങ്ങളുമാണ് നഷ്ടമാകുന്നത്, അവസാനിക്കുന്നത്. റമദാനിന്റെ പര്യവസാനത്തിലേക്ക് എത്തുമ്പോൾ മുൻഗാമികളായ മഹത്തുക്കൾ ഒരു ഭാഗത്ത് ലൈലത്തുൽ ഖദറിന്റെയും മറ്റും സന്തോഷത്തിൽ സന്തോഷിക്കുകയും അത് കഴിഞ്ഞാൽ പിന്നെ ദുഃഖത്തിലേക്ക് മാറുകയും ചെയ്തിരുന്ന അനുഭവങ്ങളാണ്, ചരിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. യാ ലൈത ഇദ്ദത യൗമ കുല്ലിഹി റമളാൻ, വർഷം മുഴുവനും റമളാനായിരുന്നെങ്കിൽ, വർഷം മുഴുവനും റമളാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര ആനന്ദകരമായിരുന്നു. റമളാനിന്റെ അനുഗ്രഹീതമായ രാപ്പകലുകൾ സാധാരണയിൽ നിന്ന് വിഭിന്നമായി പാതിരാത്രികളിൽ മലക്കുകളുടെ റഹ്മത്തിന്റെ, അനുഗ്രഹത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തോടെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കൃതമാക്കാൻ കഴിയുന്ന അനുഗ്രഹീതമായ രാപ്പകലുകൾ, ചരിത്രത്തിലെ അപൂർവമായ നിമിഷങ്ങൾ പരിശുദ്ധ റമളാനിൽ മാത്രമായി ലഭ്യമാകുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങൾ അവസാനിക്കുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനോട്, തന്റെ കുടുംബത്തിനോട് എല്ലാവരോടും പറഞ്ഞു, ഇദാ ദഖല ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 ദിവസത്തിലേക്ക് തങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ശദ്ദ മിഅ്സറഹു വഅയ്ഖല അഹ്ലഹു, ശദ്ദ മിഅ്സറഹു, അരമുണ്ട് ഇറുക്കൊടുക്കുമായിരുന്നു. അരമുണ്ട് ഇറുക്ക് ഉടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ വിവക്ഷയിൽ മഹാരഥന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നു, പരിശുദ്ധ റമദാനിൽ പകൽ സമയങ്ങളിൽ വിരോധിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. തന്റെ ഭാര്യയോടൊപ്പം ശയിക്കുന്ന വിഷയം ഹറാമാണ്. എന്നാൽ വൈകുന്നേരങ്ങളിൽ, രാത്രികളിൽ കുഴപ്പമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തോടടുത്ത് കഴിഞ്ഞാൽ ശദ്ദം ഇസ്റഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മാറ്റിവെക്കും. എന്നിട്ട് പള്ളിയിലേക്ക് പ്രവേശിക്കും. പടച്ച റബ്ബിലേക്ക് താണുകേണ് ദുആ ചെയ്തുകൊണ്ട് നരകമോചനം ചോദിച്ചുകൊണ്ട് കഴിയുന്ന ദിവസങ്ങളാണ്, സമയങ്ങളാണ് പിന്നീട് മുഴുവനും. തങ്ങളും മാത്രം ചെയ്യലല്ല, അള്ളാഹുവിന്റെ റസൂല് മാത്രം ഇബാദത്തിൽ മുഴുകലല്ല, പിന്നെയോ തന്റെ കുടുംബത്തിനെയും ഉണർത്തുന്നു. അവരോടും പറയുന്നു, നിങ്ങളും ഇബാദത്തിൽ മുഴുകണം, നിങ്ങളും ഇബാദത്തിൽ വ്യാപൃതരാകണം.
അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. പരിശുദ്ധ റമദാനിന്റെ ആദ്യവസാനം ഏറ്റവും കൂടുതൽ നമ്മൾ ആവർത്തിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുആയാണ്. 4 കാര്യങ്ങളാണ് ഇതിന് ചോദിക്കുക. പരിശുദ്ധ റമദാനിന്റെ ആകത്തുകയും അതാണ്. അല്ലാഹുവേ, നിന്റെ ഉലൂഹിയത്തിനെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. സ്വർഗപ്രവേശനം ഉറപ്പാക്കണേ അല്ലാ. പരിശുദ്ധ ഖുർആൻ വിശ്വമാനവികതയുടെ നമ്മുടെ എല്ലാവരുടെയും രക്ഷയുടെ വേദഗ്രന്ഥം, സന്മാർഗത്തിനെ കാണിക്കുവാൻ വഴി കാണിക്കുവാൻ വന്ന വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥത്തിന്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം സുന്നത്തായ ആയത്തുകളിൽ ഏറ്റവും അവസാനമായി അവതരിച്ചൊരായത്തുണ്ട്. അതുപോലെ തന്നെ വിധിവിലക്കുകളുടെ പര്യവസാനം കുറിക്കുന്ന മറ്റൊരായത്തുണ്ട്. ഇതിൽ പരിശുദ്ധ ഖുർആനിന്റെ അവസാന ആയത്തായിട്ട് നമ്മൾ കേൾക്കാറുള്ളത്, അറിയാറുള്ളത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. സൂറത്തുൽ മാഇദ. ഇന്നേ ദിവസമാണ് നിങ്ങളുടെ ദീനെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ വിശുദ്ധ ദീനിനെ തൃപ്തിപ്പെട്ട് പൂർണ്ണമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈ ആയത്ത് അവതരിക്കുന്നത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങലിന്റെ ഹജ്ജിന്റെ വേളയിൽ അറഫ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട അമല് പൂർത്തീകരിച്ച് അതിന്റെ പര്യവസാനത്തിൽ സൂര്യാസ്തമയത്തോടടുക്കുമ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നതെങ്കിൽ വിധിവിലക്കുകളുടെ കാര്യത്തിലുള്ള അവസാനത്തെ ആയത്തായിരുന്നു ഇത്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് 72ാമത്തെ ദിവസം ഈ ആയത്ത് അവതരിച്ചതിന്റെ തുടർന്നുള്ള ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂല് പനിബാധിതനായി രോഗത്തിലേക്ക് വീണു. പിന്നീടുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ ഊർജ്ജസ്വലത നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം ഹബീബുനാ റസൂലുള്ളാഹി വഫാത്താകുന്നതിന്റെ 9 ദിവസത്തിന്റെ മുമ്പ് പരിശുദ്ധ ഖുർആനിന്റെ അവസാനത്തൊരായത്ത് അവതരിക്കുന്നു. സൂറത്തുൽ ബഖറയുടെ 281ാമത്തെ ആയത്ത്. ഈ ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്തെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. ഹേ ജനങ്ങളെ വത്തഖൂ, ഹേ അടിമകളെ മനുഷ്യരെ വത്തഖൂ യൗമ, ഒരു ദിവസത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഒരു ദിവസത്തിനെ നിങ്ങൾ ഭയപ്പെടണേ. യൗമന, ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസത്തിൽ നിങ്ങൾ എല്ലാവരെയും മടക്കപ്പെടുന്നതാണ്. പടച്ചറബിലേക്ക് നിങ്ങൾ എല്ലാവരെയും മടക്കി ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ആ ദിവസത്തിൽ സുമ്മതു വഫാ കുല്ലു നഫ്സിൻ മാ കസബത്, സുമ്മതു വഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ ശരീരങ്ങളും ഓരോ ആത്മാക്കളും നേടിയത്, അവരധ്വാനിച്ചുണ്ടാക്കിയത്, അവരെ സ്വയത്തമാക്കിയത് എന്തെല്ലാമാണോ അത് പൂർണ്ണമായി നൽകപ്പെടുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. എന്നിട്ട് അവർ നന്മയാണ് ചെയ്തതെങ്കിൽ നന്മ അവരുടെ മുമ്പിലേക്ക് വെക്കപ്പെടും, തിന്മയാണ് ചെയ്തതെങ്കിൽ തിന്മകൾ അവരുടെ മുമ്പിലേക്ക് ആ ഭണ്ഡാരം അഴിച്ചു വെക്കപ്പെടും. ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ കോടതിയുടെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിർത്തപ്പെടുമ്പോ, ആ കോടതിയുടെ മുമ്പിൽ എല്ലാവരെയും വിചാരണ ചെയ്യുവാൻ എഴുന്നേറ്റ് നിർത്തപ്പെടുമ്പോ, ആ ദിവസത്തിലെ കോടതിയെ ഒരു കോടതികളുടെ സ്വാധീനം പോലെ സ്വാധീനിക്കാൻ കഴിയില്ല. വഹും ലാ യുദ്ലമൂൻ, ഒരാളും അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല. ഒരാളുടെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ, ഒരാളുടെ സാമ്പത്തിക പൊലിമ, ഒരാളുടെ പ്രമാണത്വം ഒരിക്കലും തന്നെ സ്വാധീനങ്ങൾക്ക് വിധേയമാക്കപ്പെടാതെ നന്മയ്ക്ക് അർഹമായ പ്രതിഫലം, തിന്മയ്ക്ക് അതുപോലെ ശിക്ഷ ലഭിക്കുന്ന ഒരു നാളാണ് വരാനിരിക്കുന്നത്. ആ ദിവസത്തിന് നിങ്ങൾ ഭയപ്പെടണേ. ആ ദിവസം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്നതാ. ആ ദിവസത്തിനാണ് യൗമൽ ഖിയാമ. ആ ദിവസത്തിന് തുടർന്നുള്ള നാളുകൾക്കാണ് അൽ ജന്ന വന്നാർ, സ്വർഗം, നരകം, പരലോകം, അന്ത്യകാലം. ഇത് പറയപ്പെടുന്നത് മരണാനന്തരം നമ്മളെല്ലാവരും എത്തപ്പെടാൻ പോകുന്ന സുനിശ്ചിതമായ, ഉറപ്പായിട്ടും എല്ലാ ജീവങ്ങളും, എല്ലാ ജീവജാലങ്ങളും, എല്ലാ വിശ്വാസികളും, മനുഷ്യ മാനവകുലത്തിലെ സർവ്വചരാചരങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസത്തിൽ എത്താതെ ഒരാളും മാറുകയില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു പോയി, മരണാനന്തരമുള്ള ഒരു ജീവിതം, മരണാനന്തരം എല്ലാവരെയും ഖബറിലേക്ക് കൊണ്ടുവന്ന് മണ്ണിലേക്ക് വെക്കപ്പെട്ടു.
മണ്ണിനോട് നുരമ്പി നശിച്ച് മണ്ണിനോട് ഇഴുകിച്ചേർന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും പിന്നെയും ഒരു ഉയർത്തെഴുന്നേൽപ്പോ? വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പോ? അള്ളാഹുവിന്റെ ഖുർആൻ പടച്ചറപ്പ് ചോദിച്ചു, പച്ചയായിട്ടുള്ള തടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നും തീയെ ഉൽപ്പാദിപ്പിക്കുന്ന പടച്ചറപ്പിന്റെ ആ അത്ഭുതകരമായ പ്രവൃത്തിയെ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുക? നുരമ്പി നശിപ്പിക്കപ്പെട്ട അസ്ഥിപഞ്ജരങ്ങളെ പിന്നെയും പുനർജീവിപ്പിക്കപ്പെടുക എന്നതിന് ഇത്ര ആശങ്കയോടെയും കൗതുകത്തോടെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഔവലമറ ആദ്യം അതിനെ ആരാ പടച്ചത്? ഈ നുരമ്പി നശിക്കാൻ മണ്ണിലേക്ക് വെക്കപ്പെടാൻ ഒരിക്കൽ ഈ ശരീരം ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ആ ശരീരമില്ലാത്തൊരു കാലത്ത് നിന്നും ഈ ശരീരത്തിനെ പടച്ച പടച്ചറബിന് രണ്ടാമതൊരിക്കൽ ഉണ്ടായിരുന്നതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കൽ എന്ത് അത്ഭുതമാണ് അതിലുള്ളത്? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ്. അള്ളാഹുവിന്റെ വിശവേദന മാസമാണ്. ആ ഖുർആനിന്റെ പവിത്രത നമ്മൾ അടുത്തറിയുകയും മനസ്സിലാക്കുകയും അതിലൂടെ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട മാസമാണിത്. ഈ വിശുദ്ധ മാസം നമ്മിലേക്ക് വരുന്ന അതിന്റെ ആനന്ദവും അനുഗ്രഹവും എല്ലാം ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. ആ ഖുർആൻ അതിലേക്ക് അടുക്കുന്ന ആളുകൾ, അത് പഠിക്കാൻ, അതിനെ വായിക്കുവാൻ, അതിനെ മനസ്സിലാക്കാൻ എടുക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ രണ്ട് കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. യുളില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ഈ ഖുർആൻ കൊണ്ട് ആദ്യം പറയാണ് യുളില്ലു ബിഹി കസീറ. ഈ ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ പിഴച്ചു പോകാറുണ്ട്, പിഴച്ചു പോയിട്ടുണ്ട്, പിഴച്ചു പോകാറുണ്ട്. ഖുർആൻ കൊണ്ട് പിഴച്ചു പോകാറുണ്ട്. തൊട്ടടുത്തല്ല പറയാ വയഹ്ദി ബിഹി കസീറ. ഈ ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ സന്മാർഗത്തിലേക്കും വന്നിട്ടുണ്ട്, വരാറുണ്ട്. എന്തിനാ ആദ്യം യുളില്ലു ബിഹി കസീറ? ഈ ഖുർആൻ കൊണ്ട് ഒരുപാട് പേര് പിഴച്ചു പോകാറുണ്ട്, പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്തിനാ? ഖുർആൻ കൊണ്ട് വഴിപിഴക്കുമെന്നാണോ നമ്മൾ പഠിച്ചേ? അല്ല, വഴികാട്ടിയാണ് ഖുർആൻ. നന്മയിലേക്ക്, വിജയത്തിലേക്ക്, രക്ഷയിലേക്കുള്ള വഴികാട്ടിയാണ് ഖുർആൻ. പക്ഷെ ആ ഖുർആനിനെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞ ഇതേ ഖുർആൻ കൊണ്ട് ഒരുപാട് പേര് പിഴച്ചു പോയിട്ടുണ്ട്, പിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഖുർആൻ അതിന്റെ എല്ലാ കാര്യങ്ങളും, അത് പറയുന്ന എല്ലാ വിഷയങ്ങളും നേർക്ക് നേരെ വായിച്ച ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞോളണമെന്നില്ല. അതിന്റെ പ്രതിപാദ്യ വിഷയങ്ങൾ തന്റെ ഒരു ചിരട്ടയിലിട്ടാൽ ഒതുങ്ങുന്ന ബുദ്ധി കൊണ്ട് അളക്കുകയും അത് വെച്ച് തുലനം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന വിഷയം ആയിക്കൊള്ളണമെന്നില്ല എന്ന് കരുതിക്കൊണ്ട് ഖുർആൻ പറഞ്ഞതിനെ നിഷേധിക്കരുതേ ജനങ്ങളെ എന്ന ഖുർആന്റെ ആദ്യത്തെ തന്നെ ആ ഓർമ്മപ്പെടുത്തൽ. ഖുർആൻ മാനവകുലത്തിന് മാത്രമായിട്ടുള്ളതല്ല, ഈ സൃഷ്ടിപ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ സർവ്വചരാചരങ്ങൾക്കും വേണ്ടി അവതീർണമായ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള മുഴുവൻ ചരാചരങ്ങളുടെ വിഷയങ്ങളും പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആൻ മരണാനന്തരം മനുഷ്യരെ നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. നിങ്ങൾ എല്ലാവരും മരണത്തിനെ രുചിക്കുക തന്നെ ചെയ്യും. മരണം രുചിക്കാതെ ഒരു ജീവനും ഇവിടെ ബാക്കിയാവുകയില്ല. എല്ലാവരും മരിക്കും. ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അത് കഴിഞ്ഞാൽ അന്ത്യകാലമുണ്ട്, അന്ത്യനാളുണ്ട്, ഒരു വിചാരണയുടെ കോടതിയുണ്ട്. ആ കോടതിയിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം, അതിൻ്റെതായ പ്രയോജനം എന്ത് എന്ന് നിങ്ങൾ അറിയുന്നൊരു കാലത്തിലേക്കാ നിങ്ങളെത്തുക. ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങൾ എല്ലാവരുടെയും വിധികളും തീർപ്പുകളും കൽപ്പിക്കപ്പെട്ട് അതിന്റെ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം. ഇതിനുശേഷം പിന്നെയാണ് നിങ്ങൾ ജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ എന്ന് തീരുമാനിക്കപ്പെടുക. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. പിന്നെയാണ് ജയപരാജയം തീരുമാനിക്കപ്പെടുന്നത്. ജയിച്ചു, പാസ്സായി എന്ന് പറയാൻ പറ്റുന്നത് പിന്നെയാണ്. അവിടെ പാസ് തീരുമാനിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ, ഒഴിവാക്കപ്പെട്ടോ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. ഇത് രണ്ടും കഴിയണം. മരണപ്പെടണം, ബർസഖിന്റെ ജീവിതം കഴിഞ്ഞ് യൗമൽ ഖിയാമയിലെ യൗമുൽ ഹിസാബിന്റെ വിചാരണയുടെ നാളിൽ നമ്മൾ എല്ലാവരും എത്തി. ആ നാളിലെ വിചാരണ പൂർത്തിയായി. നന്മയുടെ പുസ്തകം തുറന്നു വായിക്കപ്പെട്ടു, തിന്മയുടെ പുസ്തകവും വായിക്കപ്പെട്ടു. നന്മയാണ് അധികരിച്ചതെങ്കിൽ സ്വർഗ ലോകത്തിലേക്ക് ആളുകളോടൊപ്പം മാറ്റപ്പെടും, നരകാവകാശികളോടൊപ്പം പരാജിതരെയും മാറ്റപ്പെടും. ഇത് രണ്ടും പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഫഖദ് ഫാസ്, ആരാണ് വിജയി പരാജയി എന്ന് തീരുമാനിക്കപ്പെടുന്നതിന് ശേഷമാണ്.
അങ്ങനെ ഒരു കാലം വരാനുണ്ട് കൂട്ടരെ. നിങ്ങൾ ആ കാലത്തിനെ കുറിച്ച് ഓർമ്മിക്കണം, സൂക്ഷിക്കണം. എല്ലാ ദിവസവും അങ്ങനെ ഒരു അവസ്ഥ വരാനുണ്ട് എന്ന ഓർമ്മയോടുകൂടി ആയിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. എല്ലാ സുഖങ്ങളും എല്ലാ ആനന്ദവും അപ്പടി നശിപ്പിച്ചു കളയുന്ന ഒരു സംഭവം, ഒരു സമസ്യ നമ്മിലേക്ക് വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നൊരു മടങ്ങി വരവില്ല, പിന്നൊരു തിരിച്ചു വരവില്ല. ആ വരവ് നമ്മുടെ എന്നേക്കുമായിട്ടുള്ള യാത്രയ്ക്കുള്ള ഒരു കൂട്ടിക്കൊണ്ടു പോക്കിനുള്ള ഒരു വരവായിരിക്കും. ആ ദിവസം സുനിശ്ചിതമാണ്. അങ്ങനെ മരണപ്പെടും, ഉറപ്പാണ്. നമ്മളെല്ലാവരും മരിക്കാത്ത ഒരാളും ഈ ലോകത്തുണ്ടാവില്ല. നമ്മളെല്ലാവരും മരണപ്പെടും. മരണാനന്തമന് ഖബറിലേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെടും. ആ കൊണ്ടുവന്ന് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോയി കഴിയുമ്പോൾ ഭീമാകാര രൂപങ്ങളായ, കാണാൻ തന്നെ കഴിയാത്തത്ര ഭീകര രൂപങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. വിചാരണ ചെയ്യപ്പെടും. ആ വിചാരണയ്ക്ക് ശേഷം നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടും. ഇതൊക്കെ കേൾക്കുമ്പോൾ, പറയുമ്പോൾ, വിശുദ്ധ ഖുർആൻ മതവേദങ്ങൾ സമൂഹത്തിനോട് പഠിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് കുറച്ച് ആളുകൾ മാറി നിന്നുകൊണ്ട് പറയും, എന്ത് പോഴത്തരങ്ങളാണ് ഈ പറയാ, എന്താണ് ഈ പറയാ, അങ്ങനെ ഒരു ജീവിതമോ? ഈ ഖബറിലേക്ക് കൊണ്ടുവന്ന് കുഴിമാടത്തിലേക്ക് വെക്കപ്പെട്ട മനുഷ്യന് ഇനിയും ഒരു ജീവിതമോ എന്നാ ചോദിക്കുക. ഒരു നരകം, ഒരു സ്വർഗം, അതൊക്കെ ഈ ലോകത്ത് മാത്രമാണ്. ഇനി ഒരു ലോകമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് 1000 ചോദ്യങ്ങൾ തിരിച്ചു നമുക്ക് ചോദിക്കാനുണ്ട്. ഈ ലോകം നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്ത് എവിടെയാണ്? പൂർണ്ണമായൊരു നീതി ആർക്കാണ് കൊടുക്കാൻ കഴിയുക? എവിടെയാണ് കൊടുക്കാൻ കഴിയുക? ഒരിക്കലുമില്ല. സ്വാധീനമുള്ളവന്, കയ്യൂക്കുള്ളവന് ഏത് നിയമവും അനുകൂലമാകും. നിരപരാധിക്കും ബലഹീനനും നിയമം എതിരാകും. അവനെതിരിൽ അവന്റെ ബുദ്ധിമുട്ടുകളുടെ ലോകമായിരിക്കും ഇവിടെ. കുറെ ആളുകൾക്ക് സന്തോഷവും സൗഭാഗ്യങ്ങളും, കുറെ ആളുകൾക്ക് എന്നും ദുഃഖവും കണ്ണീരുമായിരിക്കും. ഇങ്ങനെ ജീവിച്ചു പോയ മനുഷ്യർക്കും ന്യായവും നീതിയും സുഖവും ഒരുപോലെ കിട്ടേണ്ട ഒരു ലോകം അനിവാര്യമാണ്. മറ്റൊരു ചർച്ചയാണ്, ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഏതായിരുന്നാലും യുക്തി കൊണ്ടളന്നുകൊണ്ട് അങ്ങനെ ഒരു മരണാനന്തരം ഒരു നരകവും, നരകത്തിൽ നിന്നുള്ള മോചനവും, സ്വർഗവും സ്വർഗത്തിന്റെ ആനന്ദവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? ഞാൻ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോയിരുന്നു. നമ്മളെല്ലാവരും ഉറങ്ങുന്നു. ഉറക്കത്തിലേക്ക് നമ്മൾ വഴുതി വീണ് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങിയ ഭാര്യ ചിലപ്പോൾ ഞെട്ടിയുണർന്ന് നിലവിളിക്കുന്ന നമ്മെ തട്ടിക്കൊണ്ട് പറയും, എന്തു പറ്റി മനുഷ്യ നിങ്ങൾക്ക്? കണ്ട ഭയപ്പെട്ട കാഴ്ചകളെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും സുരക്ഷിതമായ, ഈ സുസജ്ജമായ ഈ സംവിധാനങ്ങൾക്കുള്ളിലായി ഉറങ്ങുന്ന നിങ്ങളെ ആര് പേടിപ്പിച്ചു എന്നാ പറയാ? പക്ഷെ കണ്ട ആ മനുഷ്യൻ ഒരിക്കലും ഭാര്യയുടെ ആ തട്ടി ഉണർത്തലുകൾ, ഓർമ്മപ്പെടുത്തലുകളെ അതിന് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. സ്വന്തമായി കണ്ട് അനുഭവിച്ച കാഴ്ചയാണ്. ആ കാഴ്ചയെ നിഷേധിക്കാൻ കഴിയൂല. ഭാര്യ കാണുന്ന കണ്ണുകൊണ്ട് ഈ ഭർത്താവ് പറയുന്ന കാഴ്ചയെ കാണുന്നില്ല. നല്ല എരിപൊരിയുന്ന വെയില്. നമ്മളെല്ലാവരും ഇപ്പം ഈ പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ഒരുപക്ഷെ ഇന്ന് അല്പം ചൂടിന്റെ കാഠിന്യത കുറവുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും വരുമ്പോ നല്ല എരിപൊരിയുന്ന വെയിലാണ്. വഴിയിലോ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരിക. ആ പാർക്ക് ചെയ്തിട്ട് വന്ന ഒരാള് തിരിച്ചു വാഹനം എടുക്കാൻ ചെല്ലുമ്പോ ഒരാള് കാറിന്റെ ഉള്ളിൽ സുഗമമായിരുന്ന് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുക. ഒരു പ്രശ്നവുമില്ല, ഒരു പ്രോബ്ലം, വേവലാതി ഒന്നുമില്ല. സമാധാനത്തോടിരുന്ന് മൊബൈലും കളിച്ചോണ്ടിരിക്കുക. അതേപോലെ ഒരു കാർ അതിന്റെ തൊട്ട് പുറകെ കിടക്കുക. അയാൾ അതിന്റെ ഉള്ളിലിരുന്ന് ആകെ ഞെരിപിരി കൊള്ളുക. രണ്ടുപേരും ഒരേപോലത്തെ കാറിൽ ഗ്ലാസ് ഇട്ടിട്ട് രണ്ടുപേരിയ്ക്കുക. ഈ കാണുന്നവൻ നോക്കുമ്പോ ഇയാൾ ആനന്ദത്തോടെ ഇരിക്കുന്നു, അയാൾ ഞെരിപിരി കൊള്ളുക. പുറത്തുനിന്ന് കാണുന്നവന് രണ്ടുപേരും ഒരുപോലെയാണ്. പക്ഷെ എന്തുകൊണ്ട് അയാൾ ഞെരിപിരി കൊള്ളുന്നു മനസ്സിലാവൂല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇരിക്കുന്നത് കാറ് ഓണാക്കി, വാഹനം ഓണാക്കി, AC ഓണാക്കി, AC-യിൽ അയാൾ ഇരിക്കുക. മറ്റേയാളുടെ വാഹനത്തിൽ AC വർക്കിംഗ് അല്ല. പക്ഷെ പുറത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ഒരുപോലെയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ആ വഴിയിൽ ഒരു ജനാലയുടെ ഒരു സൈഡിൽ ഇരുന്നിട്ട് വെളിയിലേക്ക് നോക്കി ഏതെങ്കിലും ഒരു കാഴ്ച കണ്ടിട്ട് ആർത്തട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നെടുവീർപ്പെടുന്നു, കരയുന്നു, പല തരത്തിലുള്ള ഗോഷ്ഠികൾ കാണിക്കുക. പക്ഷെ ഇയാൾ കാണുന്നത് എന്തെന്ന് കാണാത്തൊരാള് ഈ ഇരിക്കുന്ന മനുഷ്യൻ അവിടെ നിന്ന് നോക്കിയിട്ട് പറയാ, ഇയാൾക്ക് എന്താ പറ്റിയേ? ഈ പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം അയാൾ കാണുന്ന ഇയാളെയാണ്. ഇയാൾ കാണുന്ന ഈ ഭയപ്പാടും ആനന്ദവും ഈ ഗോഷ്ഠികളൊന്നും കാണിക്കാൻ ഒന്നും ഇവിടെ കാണുന്നില്ല. പിന്നെ എന്താ ഇയാൾ കാണിക്കുന്നത്? കാണുന്നവന് മനസ്സിലാവൂല. പക്ഷേ ആ കാഴ്ചകൾ യാഥാർത്ഥ്യത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ അവൻ ചിരിക്കുന്നത് എന്തിനാണ്? അവൻ കരയുന്നത് എന്തിനാണ്? അവന്റെ അട്ടഹാസങ്ങൾ എന്തിനാണ്? അവന്റെ ആനന്ദം എന്താണ്? അവന് മനസ്സിലാകുന്നു. നമ്മുടെ കൺമുമ്പിൽ നാം കാണുന്ന കാഴ്ചകളെല്ലാം നാം കാണുന്നത് പോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതിനപ്പുറവുമാകാം.
അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. അത്ഭുതകരമായ, അത്യത്ഭുതകരമായ ആത്മാവിന്റെ പ്രയാണ ലോകത്തിനെ കുറിച്ച് ഇത്ര സുന്ദരമായി ലോകത്ത് പ്രതിപാദിച്ച ഒരു ഗ്രന്ഥം ലോകത്തുണ്ടാവൂല. മനഃശാസ്ത്രത്തിന്റെ മായാ ലോകത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന സയന്റിസ്റ്റുകളിൽ ആയിരക്കണക്കിന് മനുഷ്യർ പരിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വന്ന ആയത്താണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തോട് ഇത് പറഞ്ഞതുപോലെ ഒരാളും ഒരിടത്തും പറഞ്ഞിട്ടില്ല. മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. മരണം സംഭവിക്കപ്പെടുമ്പോ, ഒരാൾ മരിച്ചുവെന്ന് ഉറപ്പിക്കപ്പെടുമ്പോ അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്നറിയുമോ? യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. അവന്റെ ആത്മാവിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ പിടിച്ചെടുക്കുകയാ. ഒരാൾ ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ഹബീബുനാ റസൂലുള്ളാഹി അരുൾ ചെയ്തു, നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഈ പ്രാർത്ഥന നടത്തണം. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ. ഞാൻ മരിക്കുകയാണ് റബ്ബേ നിന്റെ നാമത്തിലായി. അതേ, നിന്റെ നാമത്തിലായി നാളെ ഞാൻ ഉയർത്തെഴുന്നേൽക്കാനും ആഗ്രഹിക്കുന്നു. അല്ലാ, ഞാൻ മരിക്കുന്നു. ഉറക്കാൻ കിടക്കുമ്പോ ഞാൻ മരിക്കുന്നു എന്ന് പറയാം. അതേ, ഉറക്കം മരണത്തിലേക്കുള്ളൊരു പോക്കാണ്, മരണത്തിന്റെ സഹോദരനാണ്. ഉറക്കം ഗാഢമായി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് അവന്റെ നിയന്ത്രണത്തിന് അതീതമായ ഒരു സമസ്യ അവനോടൊപ്പമുണ്ട്. അതാണ് ആത്മാവ്. ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് മാറുകയാണ്. അവന്റെ റൂഹ് അവന്റെ ശരീരത്തിൽ വേർപെട്ട് മാറുകയാണ്. ലോകത്തെ ദൈവവിശ്വാസം മുഴുവൻ ആളുകളെയും പഠിപ്പിക്കപ്പെട്ട ആത്മാവ്, യഥാർത്ഥ മനുഷ്യൻ, യഥാർത്ഥ ദേഹി, ആ ദേഹി അവന്റെ ശരീരത്തിൽ വിട്ടുമാറുകയാണ്. ആ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിയുന്ന ആ ആത്മാവ് പിന്നെ ശരീരത്തിനോടൊപ്പമില്ല. ഇതൊരിക്കലല്ല, ഒരുപാട് ആവർത്തികളിൽ ഒരു ജീവിതത്തിൽ ഇതുപോലെ ആത്മാവ് വേർപെട്ട് മാറുന്ന ഘട്ടങ്ങളുണ്ട്. പിന്നെ എങ്ങനെയാ മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസം? ആ ശരീരത്തിന്റെ അനിവാര്യമായ പ്രവർത്തനങ്ങൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് അതിനെ പഠിപ്പിക്കപ്പെടുക. റൂഹിനെ, നമ്മുടെ ആത്മാവിനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ്. ഉപബോധ മനസ്സെന്നും സ്വബോധ മനസ്സും എന്നൊക്കെ പറയും. അബോധ മനസ്സും സ്വബോധ മനസ്സെന്നെല്ലാം പറയുന്നത് മനഃശാസ്ത്രവും ഹിപ്നോട്ടിസവും ഒക്കെ ഇതിലൂടെയൊക്കെയാ കടന്നു പോവുക. ആ മനുഷ്യന്റെ മനസ്സ് പല കോലത്തിലായിട്ട് പല രൂപത്തിലൂടെ സഞ്ചരിച്ച് കറങ്ങി തിരിഞ്ഞൊക്കെ വരാറുണ്ട്. മനസ്സിന്റെ ബന്ധം ആത്മാവുമായിട്ടും ശരീരവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ആത്മാവിനെ, നഫ്സിനെ അള്ളാഹു എടുക്കുകയാണ്. ഉറക്കത്തിലേക്ക് പോയി ഗാഢമായ ഉറക്കം കൊടുത്തു കഴിഞ്ഞാൽ അതിനെങ്ങനെ എടുക്കും? വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. ആ ഉറക്കത്തിൽ മരണം തീരുമാനിക്കപ്പെടാത്ത ആത്മാവിനെയും അള്ളാഹു ഇങ്ങനെ എടുക്കുന്നു. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. അതിനു മുമ്പ് പറഞ്ഞു, മരണം അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ ശരീരങ്ങളിൽ നിന്നുള്ള ആത്മാവിനെ അള്ളാഹു പിടിച്ചെടുക്കുന്നു. എന്നിട്ട് മരണം തീരുമാനിക്കാത്ത നമ്മെ പോലെ കഴിഞ്ഞ രാത്രിയിലും ഉറങ്ങാൻ കിടന്നപ്പോ, ഗാഢമായ ഉറക്കത്തിലേക്ക് പോയപ്പോ നമ്മുടെ ആത്മാവിനെയും അള്ളാഹു എടുത്തു മാറ്റി. മരണം തീരുമാനിച്ച ആത്മാവിനെ പിന്നെ തിരിച്ചു വിട്ടുകൊടുക്കുന്നില്ല. എന്നാൽ ചില ആത്മാക്കളെ അല്ലാഹു തിരിച്ചു വിട്ടുകൊടുക്കുന്നു, ഒരു നിർണിതമായ സമയം വരെ ജീവിക്കുന്നതിന്റെ അനുമതി കൊടുത്തുകൊണ്ട്. ഇതാണ് മനുഷ്യന്റെ ശരീരവും ആത്മാവും മനസ്സും ഒക്കെ ചേർന്ന ഈ ലോകത്ത് നടക്കുക. ഈ സമയങ്ങളിലാണ് നമ്മൾ സ്വപ്ന ലോകത്തിലൂടെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, പ്രതീക്ഷിക്കാൻ കഴിയാത്ത, ഭയപ്പാടിന്റെ പാരമ്യതയിലെത്തുന്ന കാഴ്ചകൾ, ആനന്ദങ്ങൾ, ഭയപ്പാടുകൾ ഒക്കെ നമ്മൾ ആസ്വദിക്കുന്നതെങ്കിൽ, ഈ ലോകത്ത് ഈ ചെറിയ കണ്ണുകൊണ്ട് ഒരു നിശ്ചിത ദൂരപരിധിക്കപ്പുറം ഒരു ചെറിയ പക്ഷിയോ പ്രാണിയോ പറന്നാൽ അതിനെ കാണാൻ കഴിയാത്ത കണ്ണ്, ഒരു പരിധിക്കപ്പുറം അടുപ്പിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയാത്ത കണ്ണ്, ഇതുകൊണ്ട് കാണാൻ കഴിയാത്ത കാഴ്ചകൾ നിരർത്ഥകമാണെന്ന് വാദിക്കുന്ന ലോകത്തോട് മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ നരകമുണ്ട്, സ്വർഗമുണ്ട്, അതിൽ നിന്നും രക്ഷപ്പെടുന്നവൻ മാത്രമാണ് യഥാർത്ഥ രക്ഷപ്പെടുന്ന മനുഷ്യൻ എന്ന് പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധ ദീനിന്റെയും മതങ്ങളുടെയും അധ്യാപനങ്ങളെ നിരാകരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, മരണം സുനിശ്ചിതമാണെങ്കിൽ മരണാനന്തര ജീവിതവും സുനിശ്ചിതമാണ്. ആത്മാവിന്റെ യാത്ര, ആത്മാവ് അനുഭവിക്കുന്ന യാത്ര, ആത്മാവ് കാണുന്ന കേൾക്കുന്ന അനുഭവങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലേക്കും വരും, ഉറപ്പാണ്. അവിടെ സ്വർഗം, അവിടെ നരകം. ആ സ്വർഗവും നരകവും എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കപ്പെടുമ്പോൾ കുഴിമാടം തോണ്ടി അടക്കപ്പെടുന്ന ആ കുഴിമാടത്തിന്റെ കേവലം ഒരു മണ്ണറയല്ല ഖബർ. പിന്നെയോ മരണാനന്തരം നമ്മുടെ ആത്മാവ് സഞ്ചരിക്കുന്ന ആത്മാവിന്റെ പ്രയാണ ലോകമാണ് ഖബർ. അതാണ് യൗമുൽ ബർസഖ്, അതാണ് ആലമുൽ ബർസഖ് എന്ന് പറയുന്ന അനന്തമായ വിചാരണയ്ക്ക് മുന്നോടിയായിട്ടുള്ള പരലോക ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടം.
അത് എവിടെ പോയാലും, അത് ആകാശലോകത്ത് വെച്ച് വെണ്ണീറായി പോയാലും, സമുദ്രാന്തർഭാഗത്ത് വെച്ച് മത്സ്യങ്ങൾ തിന്ന് നശിപ്പിച്ച് കഷ്ണം കഷ്ണമായി പോയാലും, ഇത് കേവലം ഒരു ശരീരം മാത്രമാണ്. ആ ശരീരമല്ല കഥ, അതിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ആത്മാവാണ്. ആത്മാവിനാണ് വിചാരണ, ആത്മാവിനാണ് സ്വർഗം, ആത്മാവിനാണ് നരകമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ യാത്രയെ കുറിച്ചാണ്, ആ ഒരു സഞ്ചാരത്തിനെ കുറിച്ചാണ്. നിങ്ങൾ ഭയപ്പെടണം. യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിങ്ങൾ ആ ദിവസത്തിന് ഭയപ്പെടണേ. ആ ദിവസത്തിൽ നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. എന്നിട്ട് ആ ദിവസത്തിൽ നിങ്ങളുടെ നന്മകൾക്ക് അർഹമായ പ്രതിഫലം നൽകപ്പെടും. നിങ്ങളുടെ നന്മകൾക്ക് പ്രതിഫലം നൽകുന്നത് പോലെ നിങ്ങളുടെ തിന്മകൾക്ക് ശരിയായ നിലയിൽ ശിക്ഷയും നൽകപ്പെടും. ആ ശിക്ഷയെ താങ്ങുവാൻ, ആ നരകത്തിന് നേരിടുവാൻ ഒരു മനുഷ്യനും ഒരു ചരാചരങ്ങൾക്കും കഴിയില്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി വഇന്നക ഗാഫിറു ദംബിൽ അലീമി. മഹാനായ ഇമാമുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ വരികളും ഇതിനോടൊപ്പം ഉണ്ടെന്ന് പറയപ്പെടുന്നു. മഹാനായ സൂഫി ചക്രവാളത്തിലെ സയ്യിദുന ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം മഹാനവറുകളുടെ വരികളും ഉണ്ടെന്ന് പറയുന്നു. പഴയ കാലത്തൊക്കെ പല പള്ളികളിലും ജുമുഅ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ജുമുഅ നമസ്കാരം പിരിയുന്ന സമയത്ത് പ്രാർത്ഥനയോടൊപ്പം പല മുഅ്മിനീങ്ങളും ഈ പദ്യം, ഈ കവിത ഇങ്ങനെ ആലപിച്ചിരുന്നത് നമ്മൾ കേൾക്കാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. പടച്ച റബ്ബേ, നിന്റെ ഫിർദൗസ് എന്ന സ്വർഗത്തിന്റെ അവകാശി ഞാനല്ല, അതിന്റെ അർഹത എനിക്കില്ല റബ്ബേ. ആ സ്വർഗം അനന്തത്തിന്റെ ആനന്ദത്തിന്റെ ആ അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ അവകാശം എനിക്കില്ല റബ്ബേ. എന്നാൽ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, കത്തിയാളുന്ന നരകത്തിലേക്ക് പോകാൻ എനിക്കതിനുള്ള ത്രാണിയുമില്ല റബ്ബേ. ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി. അതുകൊണ്ട് തന്നെ എത്ര വലിയ പാപം ചെയ്തു പോയാലും എന്റെ പാപങ്ങളെ നീ പുറത്തു തരണേ അല്ലാഹ്. ദുനൂബി മിസ്ല ഇദാദിർ റിമാലി. മണൽത്തരികളെക്കാളും എത്ര അധികരിച്ച പാപമാണ് എനിക്കുള്ളതെങ്കിലും പടച്ചറബേ, നീ എനിക്ക് പുറത്തു തരണമേ അല്ലാ, എനിക്ക് പുറത്തു തരണേ അല്ലാ. നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു പടച്ചവനെ. നീ മാപ്പ് ചെയ്തില്ല എങ്കിൽ ഞാൻ എവിടേക്കാണ് പോവുക? ഓരോ ദിവസവും ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ആ ഓരോ ദിവസവും എന്റെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു പോകുമ്പോ, ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് പാപം അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആയുസ് ഓരോ ദിവസത്തിൽ നിന്നും വെട്ടിമാറ്റപ്പെടുന്നു. പാപം ആ യാത്രയിൽ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇലാഹി അബ്ദുക്കൽ ആസി അത്താക്ക. ഈ പാപിയായ, ഈ ദോഷിയായ, ഈ നിരപരാധിയായ ഈ ഞാൻ നിന്റെ മുമ്പിലേക്ക് വരുന്നു റബ്ബേ. ഇലാഹി അബ്ദുക്കൽ ആസി അത്താക്ക മുഖറം ബിദ്ദുനൂബി വഖദ്ദഅക. ഞാൻ ചെയ്തു പോയ തെറ്റുകളെ, കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട്, എല്ലാ പാപങ്ങളെയും ഞാൻ ഏറ്റുപറഞ്ഞുകൊണ്ട്, ഞാൻ ചെയ്തു പോയ കുറ്റങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് ഞാൻ വരികയാണ് റബ്ബേ. ഫഇൻ തഗ്ഫിർ ഫഅന്ത ലിദാക അഹ്ലു. ആ പാപങ്ങൾക്ക് മുമ്പിൽ എനിക്ക് നീ മാപ്പ് തരുമെങ്കിൽ നീ അതിന് അർഹതയുള്ളവനാണ്, നീ അതിന് കഴിവുള്ളവനാണ് റബ്ബേ. നിനക്കതിലൊന്നും തന്നെ കുറവ് സംഭവിക്കാൻ പോകുന്നില്ല. അതല്ല, നിന്റെ മുമ്പിലേക്ക് യാചിച്ചു കൊണ്ടുവരുന്ന എന്നെ നീ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ റബ്ബേ, ഞാൻ പിന്നെ നീ അല്ലാതെ ആരുടെ അടുക്കലേക്കാണ് ഞാൻ പോവുക റഹ്മാനെ? നിന്റെ അടുക്കലല്ലാതെ എവിടേക്കാണ് എനിക്ക് പോകാൻ കഴിയുക? നീ അല്ലാതെ രക്ഷകൻ ആരാണുള്ളത് റഹ്മാനെ? ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ, ചോദ്യങ്ങൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്, പടച്ചിറപ്പിന് വലിയ ഇഷ്ടമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഒരടിമ മരണപ്പെടാൻ അടുക്കുമ്പോൾ ബനൂ ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട തന്റെ കുടുംബാദികളെ, മക്കളെ വേണ്ടപ്പരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് സത്യമെങ്കിൽ മരണാനന്തരം എന്റെ ഖബറിൽ എന്റെ മുമ്പിലേക്ക് വരുന്ന മലക്കുകൾ എന്നെ വീണ്ടും പുനർജീവിപ്പിച്ച് എന്റെ ശരീരം ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടും. അത് ഉറപ്പാണ്. നരകത്തിന്റെ അവകാശിയാകാനാണ് സാധ്യത എനിക്ക്. അങ്ങനെ എങ്ങാനും കൊണ്ടുപോയി വെക്കപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ ശരീരത്തിന് നിങ്ങൾ വെട്ടിമുറിക്കണം, എന്നിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കൊണ്ടുവെക്കണം, സമുദ്രത്തിൽ കൊണ്ടുപോയി എറിയണം. അങ്ങനെ ആ ശരീരം ഭൂമിയിൽ പലയിടങ്ങളിലായിട്ട് ലയിച്ചു ചേർന്ന് കഴിയുമ്പോൾ ഈ ശരീരത്തിന് മടക്കിയെടുക്കുവാൻ പിന്നെ എങ്ങനെയാണ് പടച്ചവന് കഴിയുക എന്ന് ചോദ്യം ആ ഒരു ചിന്തയിലായിട്ട് മക്കളോട് പറഞ്ഞു. ആ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളെ ആഖിറത്തിൽ.
അള്ളാഹു ചോദിക്കും, എന്തിനാ നീ സാഹസത്തിന് മുതിരുന്നത്? പറഞ്ഞു, പടച്ചവനെ, നിന്റെ ശിക്ഷയെ കുറിച്ച് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, മരണം അടുത്തെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മരണാനന്തരം ഞാൻ കാണാൻ പോകുന്ന ലോകത്തിന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ എന്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു പരിഹാരം ഞാൻ ചെയ്തു. ഖശീതു, പടച്ചവനെ, നിന്റെ ഭയപ്പാടിന്റെ പേരിൽ, നിന്റെ മുമ്പിൽ വരാനുള്ള ഭയപ്പാടിന്റെ പേടിയുടെ പേരിൽ ഞാൻ ചെയ്തതാണ് റബ്ബേ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, ഖദ് ഗഫർതു ലക, ഈ ഭയം നിന്നിൽ വന്നു എങ്കിൽ നിനക്ക് ഞാൻ പുറത്തു നിന്നിരിക്കുന്നു. ഈ ഭയം വന്നെങ്കിൽ ഞാൻ പുറത്തു നിന്നിരിക്കുന്നു. നരകത്തിലേക്ക് എത്തപ്പെടും എന്ന ഉറപ്പ്, അല്ലെങ്കിൽ സ്വർഗം എനിക്ക് കിട്ടുമോ എന്നുള്ള ആശങ്ക. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജാഇ, സ്വർഗം അല്ലാഹു തരും, ഉറപ്പായിട്ടും തരും. അങ്ങനെ ഉറപ്പിക്കാനും കഴിയൂല. നരകത്തിലേക്ക് പോകാനാണ് സാധ്യത, എന്നാൽ നരകത്തിൽ തന്നെ പോകും, അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ട. ഇത് രണ്ടിന്റെയും ഇടയിലായിട്ടാണ് ഒരു മുസ്ലിമിന്റെ സഞ്ചാരം, ഒരു മുസ്ലിമിന്റെ യാത്ര. അല്ലാഹു കാരുണ്യവാനാണ്. ആ കരുണയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് പാതിരാത്രികളെ പകലുകളാക്കിക്കൊണ്ട് ദുആ ചെയ്യിൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കാൻ. പടച്ച റബ്ബ് അതിനുവേണ്ടി നമുക്ക് നൽകിയ പ്രകാശങ്ങളുടെ സംഗമരാവാണ് നാളെ. 4 പ്രകാശങ്ങൾ ഒരുമിച്ച് സംഗമിക്കുന്ന രാവാണ് പരിശുദ്ധ റമദാൻ എന്ന മാസം. ഈ റമദാൻ എന്ന മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠത പഠിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ റമദാനിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാവിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ ലൈലത്തുൽ ഖദറിന്റെ രാവ് അവസാനത്തെ അറിയിപ്പാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നബിയുനാ റസൂലുള്ളാഹി അരുൾ ചെയ്തു, മൻ സ്വാമ റമദാന ഈമാന വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നു, ഈമാന ഉറച്ച വിശ്വാസത്തോടെ, വഹ്തിസാബ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെയൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ. നോമ്പ് പിടിക്കുന്നതിലൂടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. പകൽ സമയം മുഴുവനും നോമ്പിലൂടെ. ഇനി രാത്രിയിലോ, മൻ ഖാമ ഈമാനൻ വഹ്തിസാബ, മൻ ഖാമ ഈമാനൻ വഹ്തിസാബ, രാത്രിയിൽ തറാവീഹ് ഖിയാമുൽ ലൈൽ, പാതിരാത്രികളെ പകലുകളാക്കിക്കൊണ്ട് നിന്ന് നമസ്കരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരെ, നിങ്ങളുടെ പാതിരാത്രികളിലെ ഈ പകലാക്കിയിട്ടുള്ള ഇബാദത്തുണ്ടല്ലോ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അതും പാപം പൊറുക്കപ്പെടാൻ സഹായകമാണ്, പുറത്തു തരും. ഇത് രണ്ടും നഷ്ടപ്പെട്ടു പോയാലും ശരി, ഈ രണ്ടും നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, അല്ലെങ്കിൽ ഇത് വേണ്ടതുപോലെ ഫലപ്പെടുത്താൻ കഴിയാതെ പോയ മനുഷ്യൻ, അവനോട് അവസാന നിമിഷത്തിൽ, അവസാന സമയത്തിൽ പറഞ്ഞു കൊടുക്കുന്നു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവിലായി ഒരാൾ നമസ്കരിക്കാൻ തയ്യാറായാൽ, ഈമാനൻ വഹ്തിസാബ, ഈമാനോടെ വിശ്വാസനയോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിന്ന് നമസ്കരിക്കാൻ തയ്യാറായാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളെ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ. പാപമോചിതരിൽ അല്ലാഹു പെടുത്തുന്നതാ. പാപിയല്ലാത്ത മനുഷ്യരില്ല, പ്രവാചകന്മാരല്ലാത്തവരെല്ലാം പാപികളാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് പുറത്തു തരും. അവൻ നമ്മൾ മാടി വിളിക്കുകയാണ്, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, രക്ഷയുടെ വീട്ടിലേക്ക് വരൂ, രക്ഷയുടെ വീട്ടിലേക്ക് വരൂ എന്ന് അല്ലാഹു നമ്മെ മാടി വിളിക്കുന്നു. ആ രക്ഷയുടെ വീട്ടിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അസുലഭ നിമിഷങ്ങൾ നിറഞ്ഞ ദിവസമാണ്, രാവാണ് ലൈലത്തുൽ ഖദ്ർ. ഈ വർഷത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷിക്കപ്പെടുന്ന രാവ് നാളെയാണ്. ആ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത, പരിശുദ്ധ ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ 97ാമതൊരു അധ്യായമുണ്ട്. അൽ ഖദ്ർ എന്നാണ് അധ്യായത്തിന്റെ പേര് തന്നെ. ആ അധ്യായത്തിന്റെ പ്രത്യേകതയൊന്ന് പഠിക്കണേ. പരിശുദ്ധ ഖുർആൻ ഒരു വിഷയത്തിനെ കുറിച്ച് പറയാൻ മാത്രമായി അവതരിച്ച പരിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഖുർആനിന്റെ അധ്യാപന രീതി, അതിന്റെ പ്രയോഗ രീതികൾ, ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു വരും, എന്നിട്ട് യാതൊരു ബന്ധവുമില്ലാതെ മറ്റൊരു വിഷയത്തിലേക്ക് അങ്ങ് കയറിപ്പോകും. ഇതാ ഖുർആന്റെ രീതി. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യമായി അവതരിച്ച 5 സൂക്തങ്ങൾ. ഈ 5 സൂക്തങ്ങൾ അവതരിച്ചു. വഹി എങ്ങനെയാണ് തുടങ്ങിയത്? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആ ദിവ്യ പ്രകാശത്തിന്റെ പ്രബോധനത്തിന്റെ ആ അനുഗ്രഹീത വചനങ്ങൾ എവിടെ എങ്ങനെയാണ് തുടങ്ങിയതെന്നാ പഠിപ്പിക്കുക. 96ാമത്തെ അധ്യായം. അത് ഈ 5 സൂക്തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പറയുന്ന വിഷയം ഈ പറഞ്ഞ വിഷയമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അടുത്ത വേറെ ചർച്ചകളാണ്.
എന്നാൽ തൊട്ടടുത്ത അധ്യായം 97-ാമത്തെ അധ്യായം, ആ അധ്യായത്തിന്റെ പരാമർശിത വിഷയം ആദ്യം മുതൽ അവസാനം വരെയും ഒരൊറ്റ സബ്ജക്റ്റാണ്. ഒറ്റ സബ്ജക്റ്റാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് അറിയുമോ നബിയെ? ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചത്. ആ ലൈലത്തുൽ ഖദ്ർ എന്തെന്നറിയുമോ? അത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായൊരു രാവാണത്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠം. 1000 മാസം എന്നല്ല, 83 വർഷവും ചില്ലറ ദിവസവും എന്നല്ല, അതിനേക്കാൾ അപ്പുറം. അത് 2000 ആകാം, 5000 ആകാം, 10000 ആകാം. ഇനി 83 വർഷമാണെന്ന് കൂട്ടിയാൽ തന്നെ അത് തന്നെ എത്രയോ വലുതാണ്, എത്രയോ വിശാലമാണ്. ഒരു നിമിഷമെങ്ങാനും അതിലായി കഴിഞ്ഞുകൂടാൻ അവസരം ലഭിച്ചാൽ അവന്റെ ജീവിതത്തിലെ 83 വർഷം ജീവിക്കാൻ ആയുസ് കിട്ടിയാലും ശരി, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രാത്രികളും ഉറക്കവും ജീവിത തിരക്കുകൾക്കിടയിൽ എത്രയാണ് അവനെ ഇബാദത്ത് ചെയ്യാൻ പറ്റുക? വളരെ പരിമിതമായിരിക്കും. ആ പരിമിതമായ സമയപരിധിയുടെ ഉള്ളിലുള്ള ഇബാദത്ത് മാത്രമുള്ള ഒരു മനുഷ്യന് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എങ്ങാനും ഒരുമിച്ച് കൂടാൻ അവസരം കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ ഈ ഖദ്ർ എന്ന അധ്യായം വളരെ വിശാലമായ ചർച്ചാ വിഷയങ്ങളാണ്. 4 പ്രകാശങ്ങൾ ഒരുമിച്ചിറങ്ങുന്ന നാളാണത്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശമായ അല്ലാഹ്. ആ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള ദിവ്യ സന്ദേശവുമായി ഭൂലോകത്തേക്ക് പ്രവാചകന്മാരിലേക്ക് വന്നിരുന്ന മലക്കുകളുടെ നേതാവായ ജിബ്രീൽ, ആ ജിബ്രീൽ ആ ജിബ്രീലും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്, ജിബ്രീൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് സാധാരണ വരുന്നത് പ്രവാചകന്മാരിലേക്കാണ്. ഖാതിമുർ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞു. പിന്നെ ജിബ്രീൽ നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട സാധാരണ ആവശ്യമില്ല. പിന്നെ ജിബ്രീൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വർഷത്തിലെ ഒരേ ഒരു ദിവസം അത് ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ മാത്രമാ. റൂഹ് ജിബ്രീലും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ആ ഇറങ്ങി വരുമ്പോൾ, ആ ഇറങ്ങി വരുന്ന ദിവസത്തിന്റെ പ്രത്യേകത, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സിറാജം മുനീറ, അള്ളാഹുവിന്റെ നബി പ്രവാചക പ്രഭു പ്രകാശത്തിന്റെ പ്രഭാവലയമാകാൻ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് ജിബ്രീൽ ഇറങ്ങി വന്നത്. വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നത് പ്രകാശത്തിന്റെ സമാഹാരമായ പരിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആൻ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ സാന്നിധ്യം, ആ അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് പ്രവാചകന്മാരിലേക്ക് വരുന്ന ജിബ്രീലിന്റെ സാന്നിധ്യം, ആ ജിബ്രീൽ കൊണ്ടുവന്ന ഖുർആനിന്റെ സാന്നിധ്യം, ആ ഖുർആൻ ഓതി കേൾപ്പിക്കുവാൻ ഉപയോഗിക്കപ്പെട്ട മാനവകുലത്തിന്റെ അത്യുന്നതനായ പ്രവാചക പ്രഭു നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രകാശത്തിന്റെ സാന്നിധ്യം, ഇതൊക്കെ ഒരുമിച്ച് കൂടപ്പെടുന്ന ഒരു രാത്രി ഉണ്ടെങ്കിൽ ആ രാത്രിക്കാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയാം. പ്രകാശങ്ങളുടെ ആ സംഗമരാവിൽ ഒരു വിശ്വാസിക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞാൽ ഒരു വർഷത്തിന്റെ എത്രയോ മണിക്കൂറുകൾ, ദിവസങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി തന്റെ വേണ്ടപ്പെട്ട ഒരാൾ ഗൾഫിലേക്ക് പോകുന്നുവെന്ന് വന്നാൽ 4 മണിക്കുള്ള ഫ്ലൈറ്റിൽ യാത്രയാക്കാൻ ആ രാത്രിയിൽ ഉറങ്ങാതെ കഴിഞ്ഞവരാണ് നമ്മൾ. ഒരു യാത്ര നമുക്ക് പോകേണ്ടി വന്നാൽ ഉറങ്ങാതെ യാത്ര ചെയ്തവരാണ് നമ്മൾ. എന്നാൽ ആ നമുക്ക് അതുപോലൊരു രാത്രി സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞുകൂടാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മെക്കാളും വലിയ ഭാഗ്യദോഷികളില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാൻ അവസാനിക്കുന്നു. റമദാൻ അവസാനിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഈ അനർഘ നിമിഷങ്ങളിലെ ഇബാദത്തുകൾ, വിശേഷിച്ച് നോമ്പിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീഴ്ച പരിഹരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളിലൂടെ പടച്ചവനെ പഠിപ്പിച്ച കർമ്മമാണ്, ധർമ്മമാണ് സക്കാത്തുൽ ഫിത്ർ. പാവങ്ങളായ ആളുകളെ ധർമ്മങ്ങളിൽ, ദാനങ്ങളിൽ ഒക്കെ എപ്പോഴും ഉൾപ്പെടുത്തണം, ഓർമ്മിക്കണം എന്ന് പഠിപ്പിക്കാൻ പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് 2 സന്തോഷത്തിന്റെ ദിവസങ്ങളും. ആ സന്തോഷ ദിവസങ്ങളിലെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈദിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്ന സക്കാത്തുൽ ഫിത്ർ പൂർത്തിയാക്കിയിരിക്കണം. ചില തിരക്കുകൾ കാരണം ചിലർക്കൊക്കെ വിട്ടുപോകാറുണ്ട്. അതുകൊണ്ടാണ് മഹല്ലുകളിൽ, പള്ളികളിലൊക്കെ സംഘടിതമായത് കളക്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയത്. അതിനു വേണ്ടിയിട്ടുള്ള കൗണ്ടർ ഇവിടെയും പ്രവർത്തിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ അതിന്റെ വിതരണം നടക്കും. അതിൽ പങ്കുചേരാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇതുവരെയും തീരുമാനിച്ചിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആ കാര്യം ആലോചിക്കണം, തീരുമാനിക്കണം. സക്കാത്തുൽ ഫിത്ർ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. സക്കാത്തുൽ ഫിത്ർ കേവലം ഒരു അരിയിൽ മാത്രമായിട്ട് ചുരുക്കേണ്ട നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ കാര്യമായിട്ട് മറ്റ് സഹായങ്ങളും ഒക്കെ കൊടുത്തോളിൽ. കഷ്ടപ്പെടുന്ന, ദാരിദ്ര്യവും വിഷമത
വിഷമതകളും അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും കൊടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധ റമദാൻ ദാനവും ധർമ്മവും അങ്ങേറ്റം അധികരിപ്പിക്കേണ്ട ഏറ്റവും പുണ്യമായ മാസമാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിന്റെ ഒരു വിഹിതം നാളേക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്ന ഓരോ ആളുകളും അവനാണ് രക്ഷപ്പെട്ടവൻ. ഈ ദുനിയാവിൽ എല്ലാ ദിവസവും രാവിലെ ഉദയ സൂര്യനോടൊപ്പം പുറത്തേക്ക് വരുന്ന മലക്ക് അള്ളാഹുവെ നൽകുന്നവന് നീ അധികരിപ്പിച്ചു കൊടുക്കണം, പിടിച്ചു വെക്കുന്ന പിശുക്കന് നീ ഇല്ലായ്മ കൊടുക്കണം എന്ന് ദുആ ചെയ്യുമെങ്കിൽ ആ ദുആകളിൽ ആരുടെ ദുആയാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ തന്നെ ഓർത്തുകൊള്ളുക. അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.